2025 കേരള PSC 10th ലെവൽ കോമൺ പ്രിലിമിനറി സ്റ്റേജ് 2 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. 05/2025 പരീക്ഷ ഫൈനൽ കീയുടെ ആൻസർ നോക്കി നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? ഓപ്ഷൻ എ ആണ് 1, 2 മാത്രം. 1, 2 മാത്രം. ബഹുഭാവേ ദൃഢകൃതി എന്നതാണ് കേരള പോലീസിന്റെ അപ്പവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. 2 ആൻസറുകളും ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ സി 1, 2, 4 ശരിയാണ്. ബക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജാണ്. ഹിരാകുഡ് മഹാനദിയിലാണ്. സർദാർ സരോവർ നർമ്മദയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരി. മൂന്നാമത്തെ ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഓപ്ഷൻ എ ആണ് 1, 2, 3 മാത്രം. വാഗ്ഭടാനന്ദനെ പറ്റി ശരിയായവ താഴെ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ആരാണ്? വാഗ്ഭടാനന്ദൻ. 1, 2, 3 ശരിയാണ്. നാലാമത്തെ ചോദ്യം ക്യാൻസൽ ആണ്. അഞ്ചാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ എ ആണ് 1, 2, 3 ശരിയാണ്. സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തതാണ് രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി 4 മാത്രം. അപ്പോൾ രചനകളിൽ പെടുന്നത് ഏതൊക്കെയാണ്? 1, 2, 3 എന്നിവ. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഫത്തുൻ മുവാഹിദി, ഗൈഡ് ടു പീപ്പിൾ ആൻഡ് ഹാപ്പിനെസ്. ഇത് രാജാറാം മോഹൻ റോയിയുടെ കൃതികളാണ്. ഓർത്തുവെക്കുക. ഏഴാമത്തെ ചോദ്യം 7, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ ആണ് 2, 3 മാത്രം. ഏതാണ്? ഓപ്ഷൻ എ 2, 3 മാത്രം. വായിക്കാം. 2 ചലച്ചിത്ര അക്കാദമി ഇവിടെയാണ്, തിരുവനന്തപുരത്താണ്. കേരള ഫോക്ലോർ അക്കാദമി ഇവിടെയാണ്, കണ്ണൂരിലാണ്. 2, 3 മാത്രം ശരിയാണ്. എട്ടാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? എല്ലാം ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ രീതിയാണ് നയി താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ആണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഈ 4 ഓപ്ഷനുകളും ശരിയാണ്. 8ന്റെ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഒൻപതാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, 1 മാത്രമാണ് തെറ്റ്. ബാക്കിയുള്ളത് നോക്കാം. നാറ്റോ ആസ്ഥാനം ബ്രസൽസ് ആണ്. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം. ഇന്റർഹോൾ ആസ്ഥാനം ലിയോൺ ആണ്. ഓപ്ഷൻ എ ആണ് 1 മാത്രം തെറ്റ്. 10, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? അബ്ദുൽ കലാം ആസാദാണ്. 11, ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. ഓപ്ഷൻ ഡി ആണ് നമച്ച ബർവയാണ്. 12, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഖരീവ. ഓപ്ഷൻ സി ഖരീവ. 13, ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം സി ആണ് റാറ്റ് ഹോൾ മൈനിങ്. 14, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. 15, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഏതാണ്? ഓക്സ്ബോ തടാകങ്ങളാണ്. 16, നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ഉത്തർപ്രദേശാണ്. UP ആണ്. ഉത്തർപ്രദേശാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. 17,
2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2024 ഒക്ടോബറിലെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഓപ്ഷൻ എ ആണ് കസാൻ. റഷ്യയിലെ കസാനാണ് 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത്. 18 ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഗുർ ഖണ്ഡസാരി എന്ന പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? സി, പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ. 19ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 20 അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം. ആഗോള സുസ്ഥിര വികസനവുമായി ബന്ധപ്പെടുന്നതാണ് അജണ്ട 21. 21ാമത്തെ ചോദ്യം. 21ാമത്തെ ചോദ്യം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരുമാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉള്ളത്. 22ാമത്തെ ചോദ്യം ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏത്? ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം ഓപ്ഷൻ സി ആണ് 2010. ഓപ്ഷൻ സി 2010 ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിക്കപ്പെട്ടു. 23ാമത്തെ ചോദ്യം 23 ലഞ്ചുബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ലഞ്ചുബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. ഓപ്ഷൻ എ കേരളമാണ് ലഞ്ചുബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. 24 താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? 2 മാത്രം. ഓപ്ഷൻ ബി 2 മാത്രം. അപ്പോൾ ബന്ധമുള്ളത് നോക്കാം. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ഉൾക്കൊള്ളുന്നുണ്ട്. നികുതി നൽകാതിരിക്കുക ഇത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നു. 25 താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏത്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏത്? ഓപ്ഷൻ ഡി നവമഞ്ജരിയാണ് ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുള്ള ഗ്രന്ഥം. 26 ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏത്? ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ധോളവിര. ഓപ്ഷൻ സി ധോളവിരയാണ് ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം. 27 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഒന്ന് മാത്രം ബന്ധമില്ല. അപ്പൊ ബന്ധമുള്ളത് ഏതൊക്കെയാണ്? ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഇത് രണ്ടും ആനി ബസന്റുമായി ബന്ധം. 28 പാഞ്ചാലി ശപഥം എഴുതിയത് ആര്? പാഞ്ചാലി ശപഥം എഴുതിയത് ആര്? എ സുബ്രഹ്മണ്യ ഭാരതിയാണ് പാഞ്ചാലി ശപഥം എഴുതിയത്. 29ാമത്തെ ചോദ്യം സ്വദേശാഭിമാനി പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? സ്വദേശാഭിമാനി പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്വദേശാഭിമാനി പ്രസ്ഥാനം ആരംഭിച്ചത്. 30ാമത് ചോദ്യം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? തെലുങ്കാന. ഓപ്ഷൻ ബി ആണ് തെലുങ്കാനയാണ് ആൻസർ. 31 ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു ചേരുംപടി ചേർക്കുക. ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് അല്ലേ. 1 ഡി ആണ്. 1 ഡി 2 സി 3 എ 4 ബി ആണ്. 1 ഡി എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. 2 സി ആണ് അല്ലെ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. 3 എ ആണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാണ്? 25 മുതൽ 28 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഏതാണ്? 23 മുതൽ 24 വരെ. ഓപ്ഷൻ എ ആണ് ആൻസർ. 32 ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ. ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. 33ാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്?
എല്ലാം അല്ലേ? ഓപ്ഷൻ ഡി ഇവയെല്ലാം ഉൾപ്പെടുന്നു. ഏതെല്ലാമാണ്? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഈ 3 ഓപ്ഷനുകളും ശരിയാണ്. 34ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ചെയർമാനെ നിയമിക്കുന്നത്. 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1, 2 മാത്രം. 1, 2 മാത്രം ശരിയാണ്. ഏതെല്ലാമാണ്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 1, 2 ശരിയാണ്. 36ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശാണ്. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. 37ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ഓപ്ഷൻ ബി സുകുമാർ സെൻ ആണ്. 38ാമത്തെ ചോദ്യം, 38 അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഏതാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് ആണ്. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കാനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. 39ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള കൃതി ഏതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠമാണ്. ഓപ്ഷൻ ബി ആനന്ദമഠത്തിൽ നിന്നാണ് ദേശീയ ഗീതം വന്ദേ മാതരം എടുത്തത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഡി ആണ്. ഇവരെല്ലാം ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, രാജ്കുമാരി അമൃത് കൗർ, ദാക്ഷായണി വേലായുധൻ, സരോജിനി നായിഡു. ഇവരെല്ലാം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു. 41 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. 42 കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ബുദ്ധമയൂരി. ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. 43 കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഏതാണ്? കബനിയാണ്. ഓപ്ഷൻ എ കബനിയാണ് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി. ഓപ്ഷൻ എ ആണ് ആൻസർ. 44ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? പി ആർ ശ്രീജേഷ്. ഓപ്ഷൻ ഡി പി ആർ ശ്രീജേഷ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. 45ാമത്തെ ചോദ്യം, ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? വരയാട്. ഓപ്ഷൻ സി വരയാടാണ് ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം. 46 ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. ഓപ്ഷൻ സി രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്. 47ാമത്തെ ചോദ്യം, കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏത്? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏത്? മഞ്ചേശ്വരം പുഴ. ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി. 48ാമത്തെ ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ചിങ്ങം 1. ചിങ്ങം 1 ഓപ്ഷൻ എ ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത്. 49 കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? നാഫ്ത. നാഫ്തയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. 50 കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. 51 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് 1, 4 എന്നിവയാണ് കുറിച്യ കലാപവുമായി ബന്ധപ്പെടുന്നത്. 1, 4 ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. ഇത് 2 ശരിയാണ്. 52ാമത്തെ ചോദ്യം,
2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏത്? 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയിട്ടുള്ള സംഘടന ഏത്? ഓപ്ഷൻ എ ആണ്. ഏതാണ്? നിഹോൺ ഹിഡ്വാൻകോ. നിഹോൺ ഹിഡ്വാൻകോ ആണ് 2024 സമാധാന നോബൽ പുരസ്കാരം നേടിയ സംഘടന. 53-ാമത്തെ ചോദ്യം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആര്? 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടൻ. ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടനാണ്. 54-ാമത്തെ ചോദ്യം. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതി ഏതാണ്? ജാതിക്കുമ്മി. പണ്ഡിറ്റ് കറുപ്പൻ ഏതാണ്? 55-ാമത്തെ ചോദ്യം. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏത്? ഏതാണ്? ഇന്ത്യയാണ്. പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 56-ാമത്തെ ചോദ്യം. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏത്? വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്ത നാടകം ഏതാണ്? ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. എഴുതിയത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. 57-ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ആരാണ്? 57 ഡി ആണ് ഉത്തരം. അക്കാമ ചെറിയനാണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി. 58-ാമത്തെ ചോദ്യം. ചുവടെ പറയുന്നവയിൽ ഏതിൽ സംഭവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ഓപ്ഷൻ എ ആണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കെ.ബി. മേനോൻ. 59 മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി കൂട്ടാണ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി കൂട്ടാണ്. 60 മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച പരിഷ്കർത്താവ്. 61-ാമത്തെ ചോദ്യം. സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സസ്യങ്ങളിലെ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം എ ആണ്. എന്താണ്? ഓവ്യൂൾ വിത്താകുന്നു. 62 എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? ഉദാഹരണം ഏതാണ്? സി ആണ്. ബൊട്ടാനിക്കൽ ഗാർഡൻ. ഏതാണ്? ബൊട്ടാനിക്കൽ ഗാർഡനുകളാണ്. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷനും എക്സാമ്പിൾ ആണ് മറ്റുള്ളവയെല്ലാം. ബയോസ്ഫിയർ റിസർവും നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്. 63-ാമത്തെ ചോദ്യം. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഏതാണ്? 63 ഡി ആണ്. ഗോൾജി കോംപ്ലക്സുകളാണ് ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം. ഏതാണ്? ഗോൾജി കോംപ്ലക്സുകളാണ്. 64-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഗ്ലോബുലിൻ ആണ് രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ. ഗ്ലോബുലിൻ ആണ്. 65 തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ലിപ്പേസ് മാംസ്യദഹനവുമായി ബന്ധമില്ലാത്തതാണ്. 66-ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ തെറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി തെറ്റാണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. അത് തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ വായിക്കാം. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയുന്നു. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 67-ാമത്തെ ചോദ്യം. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. 1, 2 ശരിയാണ്. 3, 4 തെറ്റാണ്. ഇതെല്ലാമാണ് ശരി. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. എയ്ഡ്സ് വൈറസ്, നിപ്പ വൈറസ് എന്നല്ലേ പറയുക. രണ്ടാമത്തതും ശരിയാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. അത് രണ്ടും ശരിയാണ്. ഓക്കെ. 68-ാമത്തെ ചോദ്യം. ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ഏതാണ്? മുയൽ വളർത്തൽ. മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണിക്കൾച്ചർ. 69. കൈക്കുഴ, കാൽക്കുഴ എന്നിവയിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴ, കാൽക്കുഴ എന്നിവയിൽ കാണുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 70. സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സിനാപ്സുമായി ബന്ധപ്പെട്ടത് ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലേ? 2, 3 ശരിയാണ്. 2, 3 ശരിയാണ്. പേശീകോശത്തിനും ന്യൂറോണുകൾക്കും ഇടയിൽ കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ഇത് രണ്ടും ശരിയാണ്. 71. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഓപ്ഷൻ സി ആണ്. ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത്. ഫ്ലൂറിൻ ആണ്. 72. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഓപ്ഷൻ ബി ആണ്. അൽനിക്കോ ആണ് ആൻസർ. 73. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. സി ബെക്കലൈറ്റ് ആണ്. ഓക്കെ. 74. പ്രോട്ടീനിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? പ്രോട്ടീനിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടീനിന് പേര് നൽകിയത്. 75. LPGയിലെ മുഖ്യ ഘടകം. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 76ാമത്തെ ചോദ്യം. 76. പ്രവേഗമാരത്തിന്റെ നിരക്ക്. പ്രവേഗമാരത്തിന്റെ നിരക്ക് ഏതാണ്? ത്വരണമാണ്. പ്രവേഗമാരത്തിന്റെ നിരക്കാണ് ത്വരണം. 77. ബലത്തിന്റെ യൂണിറ്റ് ഏത്? ബലത്തിന്റെ യൂണിറ്റ് ഓപ്ഷൻ ബി ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. ന്യൂട്ടൺ. 78. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഗതികോർജമാണ് അല്ലെ? ഓപ്ഷൻ ബി ഗതികോർജമാണ് വസ്തുവിന് ചലനം മൂലം ഉണ്ടാകുന്ന ഊർജം. 79. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? താഴെ തന്നിട്ടുള്ളതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഏതാണ് ആൻസർ? അറ്റോമിക് റിയാക്ടറുകൾ. അറ്റോമിക് റിയാക്ടറുകൾ ഗ്രീൻ എനർജി അല്ല. ഗ്രീൻ എനർജിയിൽ സൗരോർജം പെടും, കാറ്റിൽ നിന്നുള്ള ഊർജം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഇവ ഗ്രീൻ എനർജിയിൽ പെടും. 80. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക് തരംഗമാണ്. കടലിന്റെ ആഴം അളക്കാനുള്ള ഉപകരണം സോണാർ ആണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം അൾട്രാസോണിക് ആണ്. 81 മുതൽ 100 വരെ മാത്സ് ആണ്. ഓക്കെ. 81ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. 62 ആണ്. 82ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 83ാമത്തെ ചോദ്യം. ആൻസർ എ ആണ്. 7 ലിറ്റർ ആണ്. ചെയ്തു നോക്കണേ. 84ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 85 ആൻസർ ബി തന്നെയാണ്. ബി. 86 ആൻസർ എ ആണ്. 87 ഡി ആണ്. 87 ഡി. 88 ഡി ആണ്. 88 ഡി ആണ്. 89 ബി. 89 ബി. 90 ബി. 90 ബി. 91 ഡി. 91 ഡി ആണ്. 92 ഡി ആണ്. 92 ഡി ആണ്. 93 എ ആണ്. 93 എ ആണ്. 94 സി. 95 ബി. 96 എ. 97 എ. 98 എ. 99 സി. 100 സി. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബോ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.